അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹബീബി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞിരുന്നു ഒരു ഓൾ ഇന്ത്യ വാൻ ലൈഫിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. പ്രത്യേക ഒരു തീമിലാണ് യാത്ര ചെയ്യുന്നത്. അതായത് ഈ രാജ്യത്തെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ നമ്മുടെ ഒരു പങ്കാളിത്തം കൂടി ഉണ്ടാവുക എന്നുള്ള ലക്ഷ്യത്തിലാണ് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രത്യേക മോട്ടോ, അതായത് ആ യാത്രക്കൊരു പേരുമാണല്ലോ, ഒരു തീമുമാണല്ലോ. അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതായത് അത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് ശേഷം പറയാം എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് കോഴിക്കോടേക്കാണ്. കോഴിക്കോട് പൂനൂര് മർക്കസ് ഗാർഡൻ, കേരളത്തിൽ അറിയപ്പെട്ട ഒരു ദാവ കോളേജാണ്. ബഹുമാനപ്പെട്ട ഹക്കീം അസ്ഹരി ഉസ്താദ് നേതൃത്വം നൽകുന്ന ആ സ്ഥാപനത്തിൽ എല്ലാ വർഷവും വളരെ വിപുലമായിട്ട് നടത്തുന്ന അജ്മീർ ഉറൂസിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു ഗ്രാൻഡ് പ്രോഗ്രാമിലേക്കാണ് പോകുന്നത്. അവിടെ വെച്ച് ഇൻഷാ അല്ലാ നമ്മുടെ ഈ ഒരു യാത്രാ മോട്ടോ അവിടെ വെച്ച് പിന്നെ ഔദ്യോഗികമായിട്ട് അനൗൺസ് ചെയ്യും. അപ്പോൾ ഇൻഷാ അല്ലാ പിന്നെ കൂടുതൽ യാത്രാ വീഡിയോസും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഉണ്ടാവില്ല. ഞാൻ അവിടെ എത്തി അവിടുത്തെ പിന്നെ പ്രോഗ്രാമുകൾ, അത്യാവശ്യം അവിടുത്തെ കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പൊ ഇതിന്റെ ഈ വീഡിയോയുടെ പ്രധാന ലക്ഷ്യം ആ യാത്രാ മോട്ടോ നിങ്ങളെയൊക്കെ ഒന്ന് അറിയിക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും നമുക്ക് പോയി വരാം. شكر علينا ما دعا لله أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داع طلع البدر علينا من ثنيات الوداع. നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർക്കുള്ള അവാർഡ് ഇവിടെ കൊടുത്തു. അൽഹംദുലില്ലാഹ്, ഡോക്ടർമാരെയും വക്കീലന്മാരെയും എല്ലാം പഠിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ അവർ വിശുദ്ധ ദീനിന്റെ ഖാദിമീങ്ങളായി നിലകൊണ്ട് ഈ രാജ്യത്തിന്റെ നന്മയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി നിലകൊള്ളുക എന്നതാണ് ഈ സ്ഥാപനം മുന്നോട്ട് വയ്ക്കുന്ന ആശയം. നമ്മുടെ ഒരു റബ്ബാനി, നസീബ് റബ്ബാനി എന്ന് പറയുന്ന നമ്മുടെ നാഷണൽ സിസ്റ്റത്തിൽ പഠനം പൂർത്തിയാക്കിയ അദ്ദേഹം ഒരു നല്ല നന്മയുടെ യൂട്യൂബർ കൂടിയാണ്. എഡ്യൂക്കേഷൻ ഫോർ ഓൾ, ഡെവലപ്മെന്റ് ഫോർ ഓൾ, എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും വികസനം, സബ്കാ ശിക്ഷ സബ്കാ വികാസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മുദ്രാവാക്യവുമായി അദ്ദേഹം ഓൾ ഇന്ത്യ വാൻ ലൈഫ് നടത്താൻ പോവുകയാണ്. ഈ റിപ്പബ്ലിക് ഡേ 26 മുതൽ, നാളെ മുതൽ ഇൻഷാ അല്ലാഹ് ഇന്ത്യ മുഴുവനും വാനിൽ സഞ്ചരിച്ച് ഈ വിദ്യാഭ്യാസത്തിന്റെയും നന്മയുടെയും സന്ദേശ പ്രചാരണത്തിനു വേണ്ടി അദ്ദേഹം പുറപ്പെടുകയാണ്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതം ചോദിക്കുന്നുണ്ട്. സമ്മതമുള്ളവര് ഒരു തക്ബീർ ചൊല്ലുക. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ അജ്മീർ ഉറൂസായ മർക്കസ് ഗാർഡൻ ഉർസെ അജ്മീറിന്റെ അടുത്ത വർഷത്തേക്കുള്ള അജ്മീറിൽ നിന്നുള്ള പ്രത്യേക ചാദർ ഷരീഫ് ഖലീഫ സയ്യിദ് മഹ്ദി മിയ ചിശ്തി അവർകൾ സ്ഥാപന മേധാവി ഉസ്താദ് ഡോക്ടർ ഹക്കീം അസ്ഹരി ഉസ്താദിന് അൽഹംദുലില്ലാഹ് 49-ാം വയസ്സിലേക്ക് കാലെടുത്ത് വെക്കുന്ന മർക്കസ്, അൽഹംദുലില്ലാഹ്, ഉമ്മുൽ മദാരിസ്, എല്ലാ സ്ഥാപനങ്ങളുടെയും ഉമ്മ എന്ന് വിശേഷിപ്പിച്ച് ആ ഒരു വലിയ സ്ഥാനപ്പേര് നൽകി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ
അൽഹംദുലില്ലാ ദഅവത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബഹുമാന്യരായ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ നമുക്ക് മുമ്പിൽ കാണിച്ചു തന്ന ഓരോന്നും ഇന്ന് അതിന്റെ ഓരോ ചില്ലകൾ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നതാണ് നാം കാണുന്നത്. പരിശുദ്ധമായ ദീൻ ഈ ലോകത്ത് പ്രചരിപ്പിക്കുകയും ഗ്രാമാന്തരങ്ങളിൽ സന്ദേശങ്ങൾ എത്തി അൽഹംദുലില്ലാ അത് ആസ്വദിക്കുന്ന ആളുകളാണ് നാം എല്ലാവരും. നമ്മുടെ നാടുകളിലും കർണാടകയിലുള്ള ധാരാളം ഗ്രാമങ്ങളിൽ മദ്രസയില്ല, പള്ളിയില്ല. ആ സ്ഥലങ്ങളിൽ മുഴുവനും പള്ളികളും മദ്രസകളും ഉണ്ടാക്കി ആയിരക്കണക്കിന് കിണറുകൾ കുഴിച്ചു കൊടുത്ത് 5000-ഓളം വരുന്ന പള്ളികൾ നിർമ്മിച്ച് അൽഹംദുലില്ലാ ഒന്നരായ ഉസ്താദ് അവറുകൾ ഇപ്പോഴും അവിടുത്തെ ദഅവത്ത് മുന്നോട്ട് പോവുകയാണ്. അള്ളാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഉസ്താദിന്റെ മുമ്പിലുള്ള ഒരുപാട് ആശയങ്ങളും ഇനിയും ഒരുപാട് ആഗ്രഹങ്ങളും ഒക്കെയുണ്ട്. അൽഹംദുലില്ലാ ഈ പ്രായമുള്ള സമയത്തും ബഹുമാന്യരായ ഉസ്താദ് അവറുകൾ സമൂഹത്തിന് വേണ്ടി, പ്രസ്ഥാനത്തിന് വേണ്ടി ഓടുകയാണ്. ആ ഉസ്താദിനോട് കൂടെ ചേർന്ന് നിന്ന് അവിടുത്തെ പ്രവർത്തനങ്ങളിലേക്ക് വലിയ ഒരു ശക്തി പകർന്നുകൊണ്ട് നാം ഒക്കെ ചേർന്ന് നിൽക്കുമ്പോൾ ഇനിയും ഉസ്താദിന് ആയുസ്സുകൾ വർദ്ധിക്കൊണ്ടേയിരിക്കും. ടെൻഷൻ ഇല്ലാതെ ഇനിയും ദഅവത്തുകൾ ചെയ്യണം. അതാണ് ഉസ്താദിന് മുമ്പിലുള്ള വലിയ ഒരു ലക്ഷ്യം. അൽഹംദുലില്ലാ ഈ അടുത്ത് ഒരു സഖാഫി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമത്തിൽ ഞാൻ സഞ്ചരിച്ചു. കർണാടകയുടെ നോർത്ത് കർണാടകയിൽ അവിടെ ദഅവത്ത് ചെയ്യുകയാണ്. ബഹുമാന്യരായ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ പഠിപ്പിച്ച് സമൂഹത്തിലേക്ക് ഇറക്കിവിട്ട ധാരാളം സഖാഫിമാർ, നൂറാനിമാർ, റബ്ബാനിമാർ അൽഹംദുലില്ലാ ദഅവത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നപ്പോൾ പള്ളിയില്ല, മദ്രസയില്ല. മുസ്ലിമോ അമുസ്ലിമിനെയോ തിരിച്ചറിയാൻ കഴിയാതെ ഒരു മരത്തിന്റെ ചുറ്റുഭാഗത്തും ഒരു കെട്ട് ഇങ്ങനെ കെട്ടിയിട്ട് നമ്മുടെ സ്റ്റേജ് പോലെ കെട്ടി അതിന്റെ ചുറ്റുഭാഗം ഇങ്ങനെ തവാഫ് ചെയ്യുന്നു. ഈ തവാഫ് ചെയ്യുന്നത് കണ്ടപ്പോൾ ഇതൊരു ആരാധനയാണെന്ന് മനസ്സിലാക്കി അവിടെയുള്ള മുസ്ലിമീങ്ങൾ മറ്റു വേറെ ഒരു മരം തെരഞ്ഞെടുത്തുകൊണ്ട് ആ മരത്തിന് ഒരു കെട്ട് കെട്ടിയിട്ട് ഇങ്ങനെ തവാഫ് ചെയ്യുകയാണ്. ഇതിൽ മുസ്ലിമിന്റെ തവാഫ് ഏതാണ്, അമുസ്ലിമിന്റെ തവാഫ് ഏതാണെന്ന് തിരിച്ചറിയാൻ ഈ മരത്തിന്റെ മുകളിൽ ചോന്ത കൊടി കെട്ടി തവാഫ് ചെയ്യുകയാണെങ്കിൽ അത് അമുസ്ലിമാണെന്നും, പച്ചക്കൊടി കെട്ടിക്കൊണ്ട് തവാഫ് ചെയ്യുകയാണെങ്കിൽ അത് മുസ്ലിമാണെന്നും മനസ്സിലാക്കുന്നു. അങ്ങനെ ഈ പച്ചക്കൊടിക്ക് തവാഫ് ചെയ്യുന്ന ആളുകളെ കണ്ടെത്തി അവർ പോകുന്ന വീടുകൾ കണ്ടെത്തി നോട്ട് ചെയ്ത് അവിടെയുള്ള ആളുകളോട്, കുട്ടികളോട് ദഅവത്ത് നടത്തുകയാണ്. ഒരു സഖാഫി നൽകുന്ന, ഒരു നൂറാനി നൽകുന്ന, ഒരു റബ്ബാനി നൽകുന്ന ഒരു പ്രവർത്തനത്തിന്റെ ഒരു ഭാഗം കഴിഞ്ഞ മാസത്തിൽ ഇൻഷാ അല്ലാഹ് ഞാൻ കണ്ട ഒരു രംഗമാണ് പറയുന്നത്. അവിടെ അൽഹംദുലില്ലാ 10 വർഷത്തോളമായി ധാരാളം ഇതുപോലെയുള്ള ഗ്രാമങ്ങളിൽ ചെന്ന് ദഅവത്ത് നടത്തുകയാണ്. അൽഹംദുലില്ലാ അവിടെ ആളുകളോട് ദീന് പഠിപ്പിച്ചു കൊടുക്കുന്നു. മദ്രസയില്ല, പള്ളിയില്ല, സ്കൂളില്ല, വിദ്യാഭ്യാസമില്ല, ഒന്നുമില്ല. അവർക്ക് എല്ലാം നൽകാൻ പറ്റാവുന്ന രൂപത്തിലാണ് അൽഹംദുലില്ലാ മദീനത്തുന്നൂറിൽ നിന്ന് ഇറങ്ങുന്ന, മർക്കസിൽ നിന്ന് ഇറങ്ങുന്ന മക്കൾ അൽഹംദുലില്ലാ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത്. ഇവിടെ നേരത്തെ സ്വാഗത ഭാഷണങ്ങളിൽ നിന്നും മറ്റു പ്രഭാഷണങ്ങളിൽ നിന്നും ബഹുമാന്യരായ ഹക്കീം ഉസ്താദിന്റെ പ്രഭാഷണങ്ങളിൽ നിന്നുമൊക്കെ ഈ സമുദായം, ഈ സ്ഥാപനം സമൂഹത്തിന് വേണ്ടി, പ്രസ്ഥാനത്തിന് വേണ്ടി നൽകുന്ന സംഭാവനകളും ധർമ്മങ്ങളും ഒക്കെ മനസ്സിലാക്കിയവരാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ അൽഹംദുലില്ലാ ആ ഒരു സഖാഫിക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടി സ്ഥലം നൽകിയവരുണ്ട്. ആ സഖാഫിക്ക് വേണ്ടി പഠിക്കാൻ ഭക്ഷണം കൊടുത്തവരുണ്ട്, വസ്ത്രം കൊടുത്തവരുണ്ട്, കട്ടപ്പെട്ടവരുണ്ട്. യുഎഇയിലും അതുപോലെ അബുദാബിയിലും തുടങ്ങിയ വിദേശങ്ങളിലും സ്വദേശത്തുമുള്ള ധാരാളം നല്ലവരാകുന്ന പ്രവർത്തകന്മാർ ഒരു കുട്ടിയെ ഏറ്റെടുത്തുകൊണ്ട് ആ കുട്ടിയുടെ പൂർണ്ണമായ ചെലവുകൾ 1 ലക്ഷം, 1.5 ലക്ഷം, 50,000, 25,000 ഇങ്ങനെ രൂപത്തിൽ ഏറ്റെടുത്തുകൊണ്ട് പഠിപ്പിച്ചെടുത്ത് അൽഹംദുലില്ലാ സുന്ദരമായ രൂപത്തിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ദഅവത്ത് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഫലം നമുക്ക് ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏറ്റവും വലുതാണ്, ഏറ്റവും വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അൽഹംദുലില്ലാ ആ ആളുകളോട് ദഅവത്ത് ചെയ്ത് നല്ല ഒരു വഴിയിലേക്ക് കൊടുക്കുകയാണ്. അവിടെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരു
ചെയറിൽ കൊണ്ടുപോയി ഇരുത്തിയാണ് മരിച്ച മയ്യത്തിന്, പുയ്യാപ്പള ഇരിക്കണമാതിരി ഇരുത്തിയിട്ട് ആളുകൾ മുഴുവനും മാലിട്ട് കൊടുക്കുന്നു, കൺമശിട്ട് കൊടുക്കുന്നു, അങ്ങനെ പൗഡർ ഇട്ട് കൊടുക്കുന്നു. കാരണം മനുഷ്യന് ജീവിതത്തിൽ 2 ഇറക്കമാണ്. ഒന്ന്, നമ്മൾ പുയ്യാപ്പിള ഇറങ്ങുമ്പോൾ ഒരു ഇറക്കം, രണ്ടാമത്തെ ഇറക്കമാണ്. ഒരു ഇറക്കം ഇറങ്ങുമ്പോൾ നമ്മളെല്ലാവരും പുയ്യാപ്പിള ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഒരാളും പൗഡർ ഇടാൻ നമ്മളെ കൊണ്ട് തന്നെ കഴിയും, ചെരുപ്പിട്ട് തരാൻ പറയാൻ നമ്മളെ കൊണ്ട് കഴിയും, നമുക്ക് ആ നിക്കാഹിന് ടവലൊക്കെ ഇങ്ങനെ ഇട്ട് വരുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ. ഇതിനൊക്കെ നമുക്ക് ആവതുണ്ട്. എന്നാലും വേറൊരാളാണ് നമ്മൾ ചെയ്തു തരിക. അതൊരു ഇറക്കമാണ്. രണ്ടാമത്തെ ഒരു ഇറക്കമാണ് നമ്മൾ മരിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് ഇവിടെ പറയുമ്പോൾ അതേ രൂപത്തിൽ പുയ്യാപ്പിള ഇറങ്ങിയത് എങ്ങനെയാണോ അതേ രൂപത്തിലാണ് ഇവരെടുത്ത. ഈ ഒരു സമൂഹത്തിലേക്കാണ് അൽഹംദുലില്ലാ നമ്മുടെ സഖാഫിമാരും നൂറാനിമാരും റബ്ബാനിമാരും അൽഹംദുലില്ലാ ദഅവത്ത് ചെയ്യുന്നത്. ഈ അടുത്ത് ചെന്നൈയിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ എത്ര റബ്ബാനിമാരാണ് പാലത്തിന്റെ അടിയിൽ കുബിരിൽ വിഷമിക്കുന്ന എത്ര ആളുകൾക്ക് ഭക്ഷണങ്ങളും അവർക്ക് വസ്ത്രങ്ങളും അവരെ പിടിച്ചുകൊണ്ട് വിദ്യാഭ്യാസങ്ങളും ഒക്കെ കൊടുക്കുന്നത്. ഈ രൂപത്തിൽ അൽഹംദുലില്ലാ സമൂഹത്തിന് വേണ്ടി നൽകുന്ന മക്കൾ അൽഹംദുലില്ലാ അവർക്ക് വേണ്ടി നാം എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അൽഹംദുലില്ലാ അത് നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയില്ല. തീർച്ചയാണ് അൽഹംദുലില്ലാ ഈ സ്ഥാപനത്തിന് വേണ്ടി ഈ രൂപത്തിലെത്തി നിൽക്കുമ്പോൾ മർക്കസ് നോളേജ് സിറ്റി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഈ രൂപത്തിൽ വളർന്നു നിൽക്കുമ്പോൾ അതിനുവേണ്ടി സഹായിച്ച ധാരാളം ആളുകളുണ്ട്. അല്ലാഹുവേ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നീ നൽകണം റഹ്മാനെ. സഹോദരങ്ങളെ, ഖാജ പറഞ്ഞു, ഇസ്ലാമിൻ്റെ നിയമം നിങ്ങളറിയോ? ഒരാൾ സ്വന്തം പണം ചെലവഴിച്ച് ഒരു കിണർ കുഴിച്ചാൽ പോലും ആ കിണറിൽ ഒന്ന് വെള്ളം എടുക്കുന്നത് മറ്റൊരാളെ തടയാൻ പാടില്ല. അത് ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ഏത് ജാതിക്കാരനായാലും മതമുള്ളവരായാലും ഇല്ലാത്തവരായാലും ഒരാളെ തടയാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ നിയമം. പിന്നെ നിങ്ങളെന്തിനാണ് തടഞ്ഞത്? അതുകൊണ്ട് അല്ലാഹു തആല ഈ വെള്ളം എടുത്തു കളഞ്ഞതാണ്. ഇനി അങ്ങനെ തടയില്ലാതാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ വെള്ളം മടക്കി തരാൻ അള്ളാഹുവിനോട് പറയാം. അങ്ങനെ സഹോദരങ്ങളെ, ഈ കൂത്തിൽ മുക്കിവെച്ച വെള്ളം കുളത്തിൽ കൊണ്ടുപോയി ഒഴിച്ചു. അപ്പോഴേക്കും കുളം നിറഞ്ഞുപോയി. നേരത്തെ ഉണ്ടായിരുന്നതുപോലെ തന്നെ വെള്ളം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകാൻ തുടങ്ങിയപ്പോൾ ആളുകൾ ഇതെല്ലാം കണ്ടല്ലോ. ഈ കണ്ടതിൻ്റെ പേരിൽ, അത്ഭുതത്തിൻ്റെ പേരിൽ ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് വരികയുണ്ടായി. ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ചത് ഈ പറയുന്ന പൃഥ്വിരാജൻ എന്ന രാജാവിൻ്റെ ഉപദേഷ്ടാവായ ഒരു സ്വാമിയായിരുന്നു. അയാൾ മുസ്ലിമായി. അതോടുകൂടി ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ കുദ്റത്ത് കണ്ടോ നിങ്ങൾ? അല്ലാഹു തആല ഖാജയുടെ കൈക്ക് കാണിച്ചു കൊടുത്ത കറാമത്ത് കണ്ടോ നിങ്ങൾ? ആ കറാമത്ത് കൊണ്ട് ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. പൃഥ്വിരാജൻ പാസാക്കിയപ്പോൾ അയാളോട് എതിർക്കാനും യുദ്ധം ചെയ്യാനും പലരും പറഞ്ഞെങ്കിലും ഖാജാത്തങ്ങൾ അതൊന്നും സമ്മതിച്ചില്ല. നമുക്ക് യുദ്ധവും വേണ്ട എതിർപ്പും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ കറാമത്ത് കൊണ്ട് കാണിച്ചു കൊടുത്തു. ഈ തടാകത്തിലുള്ള വെള്ളം മുഴുവനും വറ്റിപ്പോവുകയും പിറ്റേ ദിവസം ഒരു കോപ്പ വെള്ളം മുക്കിയ അത് അവിടെ കൊണ്ടുപോയി ഒഴിച്ചപ്പോൾ വെള്ളം രണ്ടാമത് നിറയുകയും ചെയ്തു. കണ്ടപ്പോൾ എത്ര ആളുകളാ? സുമാർ 100,000-ഓളം ആളുകൾ അന്ന് തന്നെ ഇസ്ലാം മതത്തിലേക്ക് വന്നു എന്നാണ് ചരിത്രം പറയുന്നത്. നോക്കി നിങ്ങൾ, ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ കറാമത്ത് കൊണ്ട് ഇത് കാണിച്ചു കൊടുത്തപ്പോഴാണ് ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരുന്നത്. അല്ലാതെ വാളും പരിചയപ്പെടുത്തി യുദ്ധം ചെയ്തിട്ടില്ല. അതാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, അലാ തുഖാതിലൂന ഖൗമൻ നകസൂ അയ്മാനഹും വഹമ്മൂ ബിഇഖ്റാജിർ റസൂലി വഹും ബദഊകും അവ്വല മർറ.
സൂറത്ത് തൗബയിൽ അള്ളാഹു പറയുന്നു, ഒരു യുദ്ധവും മുസ്ലിമീങ്ങൾ അങ്ങോട്ട് പോയി ചെയ്തിട്ടില്ല. ബഹുമതവും അവലവറ, ആ മുസ്ലിമീങ്ങൾ ഇങ്ങോട്ട് യുദ്ധം തുടങ്ങിയതാണ്. ആ യുദ്ധത്തിനൊരു ഡിഫൻസ്, ഒരു തടവ് എന്ന നിലക്ക് മാത്രമാണ് മുസ്ലിമീങ്ങൾ യുദ്ധം ചെയ്തത്. ബദർ യുദ്ധവും ഉണ്ടായത് അങ്ങനെ തന്നെ. പരിശുദ്ധ മക്കയിലെ സാധുക്കളായ സ്വഹാബികളുടെ തോട്ടങ്ങളും മുതലുകളും പിടിച്ചെടുത്ത് ആ മുതൽ കൊണ്ട് ഷാമിലേക്ക് കച്ചവടത്തിന് പോകുമ്പോൾ വഴിമധ്യയെ വെച്ചുകൊണ്ട് അവരെ തടയുകയും അങ്ങനെ അത് യുദ്ധത്തിൽ കലാശിക്കുകയുമാണ് ഉണ്ടായത്. ബദർ യുദ്ധം ഏറ്റവും വലിയ ശ്രേഷ്ഠമായ യുദ്ധമാണ്. ആ യുദ്ധവും നമ്മൾ അങ്ങോട്ട് പോയി ചെയ്തതല്ല. അവർ ഇങ്ങോട്ട് ആക്രമിക്കാൻ വരികയും റസൂലുള്ളാഹിയെ നാട് കടത്തണമെന്ന് തീരുമാനിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ യുദ്ധം ഉണ്ടായി. അതാണ് അനുഭവം. അങ്ങനെ അല്ലാഹു തആല ഈ ഔലിയാക്കളെ കറാമത്ത് കൊണ്ട് ആണ് ഇവിടെ ഇസ്ലാം മതത്തെ പ്രചരിപ്പിച്ചിട്ടുള്ളത്. ഔലിയാക്കളെ കറാമത്ത് അങ്ങനെയാണ്. ഇപ്പോ ബഹുമാനപ്പെട്ട ശൈഖുൽ മശായിഖ് CM വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിറഹു മടവൂർ